നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നയന കഴിച്ച പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് പോകാനായിട്ട് ജലജ തുടങ്ങുന്ന സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വന്നേ. നവ്യ എന്നിട്ട് ചോദിച്ചു, അമ്മേ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ? എല്ലാവരുടെയും കൂടെ ജോലി അമ്മ എന്തിനാ ചെയ്യുന്നേ? അല്ല, ഇവള് കഴിച്ച പ്ലേറ്റ് ഒക്കെ എന്താ ഇവളുടെ അമ്മയ്ക്ക് എടുത്തോണ്ട് കഴുകിക്കൂടെ? ഇവളുടെ അമ്മായിമ്മ ഉണ്ടല്ലോ ഇവിടെ, പിന്നെ അമ്മ എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ പറഞ്ഞു, പോട്ടെ മോളെ, അതെ നീ കഴിക്കുന്ന പ്ലേറ്റ് ഞാൻ കൊണ്ടേ കഴുകി വെക്കാറില്ലേ എന്ന് പറഞ്ഞോലെയാണോ? ഇവള് കഴിക്കുന്നതൊക്കെ വേണമെങ്കിൽ ഇവളുടെ അമ്മായിമ്മയ്ക്ക് എടുത്ത് വെക്കാവുന്നല്ലേ ഉള്ളൂ. അല്ല, ഇവളിപ്പോ ഗർഭിണിയാണല്ലോ, ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട ആരാ? ഇവളുടെ അമ്മായിമ്മയല്ലേ, അല്ലാതെ അമ്മയല്ലല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ നയനെ ഒന്ന് നോക്കി നവ്യെ. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, അല്ലെങ്കിൽ ശരിയാ, എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ട് ഇത്തിരി വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ പ്രഗ്നന്റ് ആണല്ലോ, ഈ സമയത്ത് നിന്റെ ഭർത്താവ് ജയിലിലാണല്ലോ എന്ന് പറഞ്ഞ് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ഇപ്പൊ വിഷമമൊന്നുമില്ല. കാരണം ഉണ്ടല്ലോ, അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ കൃത്യസമയത്ത് തന്നെ കിട്ടിയിരിക്കുന്നത്. അയാൾ ചെയ്ത തെറ്റിനുള്ള കൂലിയാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ അബി ജയിലിൽ കിടന്ന സമയത്ത് ഈ പറയുന്ന നിങ്ങളാരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, അതെ അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താന്ന് വ്യക്തമായിട്ട് ദേ അപ്പച്ചിക്കൊക്കെ അറിയാന്ന് പറയണം. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ജലജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ജലജ പറഞ്ഞു, എന്തിനാ മോളെ വെറുതെ ഒരു വഴക്കുണ്ടാക്കാൻ പോന്നേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ നബി പറഞ്ഞു, എന്തിനാ അമ്മ അബിയൊക്കെ ഇവര് പറയുന്ന കേട്ട് ഇവരുടെ അടിമയപ്പോൾ ഇങ്ങനെ കഴിയണ്ടേ? അതിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ഈ പറയുന്നേ ആദർശ തെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാ അവന് ശിക്ഷ കിട്ടിയിരിക്കുന്നത്, ജയിലിൽ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം നയനെ അവരെ നോക്കി. നയന പറഞ്ഞു, കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. ആ സമയം ജലജ നബിയോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട. ഇപ്പം അമ്മയും പിന്നെ അതുപോലെ തന്നെ ഭാര്യയും കൂടെ കൂടി ആദർശനെ വെളുപ്പിക്കാനായിട്ട് നടക്കുക. അവൻ എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും ചെയ്തിട്ടില്ല എന്നൊരു രീതിയിലാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പം നബി പറഞ്ഞു, എനിക്കാണെങ്കിൽ അയാൾ ഇവിടെ ഇല്ലാത്ത ഇപ്പം ഇഷ്ടം. അയാൾ ജയിലിൽ നിന്ന് പെട്ടെന്നൊന്നും പുറത്തിറങ്ങണ്ടായിരുന്നു, അവിടെ കിടന്നാൽ മതിയായിരുന്നു. അയാളെ കാണണ്ടല്ലോ, അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം അല്ല അയാളുടെ തിരുമോന്ത കാണണമല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഇപ്പൊ എന്തോ നല്ലൊരു സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് അകത്തേക്ക് കയറിപ്പോകാനിരിക്കാൻ നയനെ കേട്ടു. നയനക്ക് നല്ല സങ്കടമായി. കാരണം സത്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ നവ്യേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഇതേ സമയം നന്ദുവിന്റെ ഫോണിലേക്ക് നവിയും വിളിക്കുകയാണ്. നവിയും വിളിച്ചിട്ട് നന്ദുനോട്, എങ്ങനെയുണ്ട് നന്ദു? കുഴപ്പമൊന്നുമില്ല. അല്ല, നീ ആഹാരം കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല, കഴിക്കണം. നവീനേണ്ട ആഹാരം കഴിച്ചായിരുന്നോ? കഴിച്ചില്ല. നിന്നെ കുറിച്ച് ഓർത്തിട്ട് നല്ല ടെൻഷനാ, അതുകൊണ്ട് ആഹാരം കഴിക്കാൻ തോന്നിയില്ല. എന്നെ കുറിച്ച് ഓർത്തിട്ട് ടെൻഷനോ? അതെന്തിനാ നവീനേട്ടാ? അല്ല, അത് പിന്നെ മനസ്സിലായി. നവീനേട്ടന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ വന്ന് കോടതിയിൽ സാക്ഷിമൊഴിയൊക്കെ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ടായിരിക്കില്ലേ, ആ ഒരു ബുദ്ധിമുട്ടായിരിക്കില്ലേ? അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ പിടിച്ച പ്രതികൾക്ക് വേണ്ടിയിട്ടല്ലേ നവീനേട്ടൻ വാദിച്ചേ. നവീനേട്ടൻ ആഹാരം കഴിക്കാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, ഞാൻ കഴിച്ചോളാന്ന് പറയണം. അങ്ങനെ കഴിക്കണുണ്ടോ? ആഹാരം കഴിക്കാതിരിക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇത്തിരി സമയം സംസാരിച്ചിട്ട് കോള് കട്ട് ചെയ്യണം. അപ്പൊ നന്ദു ഓർത്തു, ഇതുവരെയായിട്ടും അനി വിളിച്ചിട്ടില്ലല്ലോ, താൻ ഇവിടെ ബോറടിച്ചിരിക്കുക എന്നുള്ള കാര്യം അവനറിയാം, എന്നിട്ട് അവൻ എന്താ ഒന്നും വിളിക്കാത്തെ? അപ്പോഴേക്കാണ് അനിയുടെ കോള് വരുന്നേ. 100 ആയുസ. അങ്ങനെ നന്ദു കോളെടുത്തിരിച്ചു, എന്താണ് അനി നീ വിളിക്കായിരുന്നേ? ഞാനിപ്പം നിന്റെ കാര്യം ഓർത്തോളൂ, നീ വിളിച്ചില്ലെന്നോ? എന്നെ കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ടോ എന്ന് അനി ചോദിച്ചു. പിന്നല്ലാതെ, നിന്നെ കുറിച്ചല്ലാതെ പിന്നെ ഞാൻ ആരെക്കുറിച്ചാണ് ആലോചിക്കുന്നേ? അനി പറഞ്ഞു, കേട്ടതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയണ. നന്ദു അപ്പോഴേക്കും പറഞ്ഞു, അതെ പിന്നൊരു കാര്യമുണ്ട്, നവീനേട്ടനെ ഇപ്പൊ വിളിച്ചു വെച്ചോളൂ. നവീനോ? അവനെന്തിനാ വിളിച്ചേ? വെറുതെ കുറവുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അല്ല, അവന് ഇടയ്ക്കിടെ വിളിക്കുന്നുണ്ടല്ലോ, എന്താ? എന്താന്നറിയില്ല, നവീനേട്ടന് എന്നോട് ഭയങ്കര കാര്യമാ. ഇനി വല്ല പ്രേമമാണോന്നറിയില്ല. അത് കേട്ടതും അനിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എനിക്ക് ഭയങ്കര ടെൻഷനായി. അനി പെട്ടെന്ന് പറഞ്ഞു, പ്രേമോ? എന്താ അങ്ങനെ എന്തെങ്കിലും അവൻ നിന്നോട് പറഞ്ഞോ? നന്ദു പറഞ്ഞു, അയ്യോ എന്റെ അനി, ഞാൻ വെറുതെ പറഞ്ഞ. നവീനേട്ടൻ അങ്ങനെയൊന്നും ഇല്ല. നവീനേട്ടൻ ആള് ജെന്റിൽമാൻ അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണല്ലേ? അപ്പൊ ആരാ പിന്നെ ജെന്റിൽമാൻ അല്ലാത്തതെന്ന് ചോദിച്ചു. നവീനേട്ടൻ ആള് പാവാ. നവീനേട്ടന്റെ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാന്നൊക്കെ നന്ദു ഇങ്ങനെ നവീനെ പുകഴ്ത്തി പറയാ. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേനും എനിക്ക് ഭയങ്കര സങ്കടവും ടെൻഷനായി. അനി പറഞ്ഞു, ശരി ഞാൻ കോള് വെച്ചേക്കാന്ന് പറയണ. അല്ല, എന്താ നീ കോള് വെക്കാൻ ഒരുങ്ങുന്നേ? അതെ, എന്തോ എനിക്ക് നല്ല തിരക്കുണ്ടെന്ന് പറയണേ. എനിക്കറിയാം, നവീൻ എന്നെ പുകഴ്ത്തി പറഞ്ഞ നിനക്ക് ഇഷ്ടമില്ലല്ലേ? അതല്ലേലും അങ്ങനെയാ. മറ്റുള്ളവരെ പുകഴ്ത്തി പറയണമെന്നും ഈ സ്നേഹിക്കുന്ന ചെക്കന്മാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല.
അത് കേട്ടപ്പോ അനി പറഞ്ഞു, അത് നിനക്കറിയാലോ, എന്നിട്ടല്ലേ നീ പോഴ്ത്തി പറഞ്ഞോണ്ടിരുന്നേ. നന്ദു പറഞ്ഞു, എന്താടാ അനി നീ ഇങ്ങനെയൊക്കെ പറയണേ? നവീനെ ഏട്ടൻ മറക്കാൻ പറ്റുന്ന കാര്യമാണോ? ദേ അനാമികയായിട്ടുള്ള പ്രശ്നം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനകത്തുനിന്ന് നിന്നെ ഊരിക്കൊണ്ട് വന്ന ആരാ? അനന്തപുരിയെ രക്ഷിച്ച നവീനണ്ണല്ലേ? പിന്നെ ഇനിയിപ്പോ അനാമികയായിട്ടുള്ള പ്രശ്നങ്ങൾ കോടതി കിടക്കുമല്ലേ, ഡിവോഴ്സ് കേസും പറ്റും. അതിനകത്തു നിന്നൊക്കെ രക്ഷിക്കേണ്ട നവീനണ്ണ. ആ സമയത്ത് നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്താലോ? നവീനേട്ടൻ നന്ദി പറയേണ്ടേ? നവീനേട്ടൻ ചെയ്ത ഉപകാരത്തിന്റെ നന്ദിയും കടപ്പാടും എത്രയായാലും മതിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും എനിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. ശരി എന്ന് പറഞ്ഞിട്ട് അനി കോള് കട്ട് ചെയ്തിട്ട് അനി ഓർത്തു, ദൈവമേ ഇങ്ങനെ പോയിട്ടുണ്ട് എങ്ങനെയാവും? നവീൻ എങ്ങാനും ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അനിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇത്തിരി സമയം കഴിഞ്ഞപ്പം നവ്യയും ജലജയും അഭിയും കൂടെ സംസാരിക്കുകയാണ്. ആ സമയം ജലജ അഭിയോട് പറഞ്ഞു, എടാ നിനക്കൊരു കാര്യം ചെയ്തുകൂടെ? ഇപ്പൊ ആദർശ് അവിടെ ഗൾഫിലെ ജയിലിലാന്നുള്ള കാര്യങ്ങളൊക്കെ പത്രത്തിലെ ന്യൂസ് ചാനലിലും ഒക്കെ അറിയിച്ചുകൂടെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട കഴിഞ്ഞപ്പത്തേനും അഭി ചോദിച്ചു, എന്താമ്മേ പറഞ്ഞേ? ഞാൻ പറഞ്ഞാൽ എന്താ? അല്ല, നീ ജയിലിൽ കിടന്ന സമയത്ത് അതെല്ലാരും കൊട്ടി കോഴിച്ചില്ലേ? അപ്പൊ അതുപോലെ തന്നെ ആദർശ് ജയിലിൽ കിടന്ന കാര്യം നാലാളെ അറിയണ്ടേന്ന് ചോദിച്ചു. ആ സമയം ആദർശ് മുറിയിലുണ്ടായിരുന്നു. അവൻ കേട്ട് പുറത്ത് കിടക്കുന്ന സംസാരമൊക്കെ അവന് മനസ്സിലായി തനിക്കിട്ടുള്ള പണി തരാനായിട്ട് അവര് പ്ലാൻ ഇടുവാന്ന്. അപ്പോഴേക്കും അഭി പറഞ്ഞു, അമ്മ അതിന് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ അതൊക്കെ സോൾവ് ചെയ്യാൻ നിനക്ക് കഴിയില്ലേ? അല്ല, നീ ആ അനാമയോടും അവളുടെ അച്ഛനോടും പറഞ്ഞാൽ മാത്രം മതി, അവര് വേണ്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളൂ. നീ എന്നെ ഇടയ്ക്കിലേക്ക് കയറുവാൻ വേണ്ട. പിന്നെ അറിയാലോ, നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോകും ഇവിടെയുള്ള എല്ലാത്തിൻ്റെന്ന് പറയണം. ദേ ഇവിടെയുള്ളവർ കരയുന്ന കാണാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോഴേക്കും അഭി പറഞ്ഞു, അതെ അതെ അതിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയണം. ദേ നിന്റെ മുത്തശ്ശൻ ഉൾപ്പെടെ പലരും നിന്നെ ഇവിടെ താഴ്ത്തി കിട്ടിയിട്ടല്ലേ എപ്പോഴും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർക്കിട്ടൊരു പടി കിട്ടുന്ന നല്ല കാര്യമല്ലേന്ന് ചോദിച്ചു. ആ സമയം നബി പറഞ്ഞു, അത് മാത്രമാണോ? അമ്മയുടെ കർണത്തടിച്ച ദേ അമ്മായി ഇല്ലേ, അമ്മായി കരയുന്ന കാണാനായിട്ടാ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു പറയണം. അതേടാ, അതുകൊണ്ടാടാ അബി പറഞ്ഞേ ആ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന്. അതൊരു നല്ല കാര്യമായിട്ടാ തോന്നേ. ഈ സമയം നബി പറഞ്ഞു, ഈ വീട്ടിലുള്ളവർ കരഞ്ഞു കാണാൻ വേണ്ടിയിട്ടാ ഞാൻ ഇപ്പൊ തന്നെ എം ജ്വല്ലറി പരസ്യത്തിനകത്ത് അഭിനയിക്കാൻ പോയത്. ഇനി അവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകും. മൂർത്തി ജ്വല്ലറി ഒടുവിലെ തകർന്ന് തരിപ്പണായിപ്പോ. അങ്ങനെ തകരുന്ന സമയത്ത് അതിനകത്തൊരു പങ്കാളിയാവാൻ പറ്റുമെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യമുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, അതേ മോളെ അങ്ങനെയാ വേണ്ടത് എന്ന് പറയാണ്. ഇവിടെയുള്ളവരുടെ സ്വഭാവം അറിയാലോ, നമ്മളെ 3 പേര് ശത്രുക്കളായിട്ടാ ബാക്കിയുള്ളവർ കാണുന്നേ. ആ നിലയ്ക്ക് നമ്മൾ ഇനിയിപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നബി പറഞ്ഞു, കാര്യമൊക്കെ എന്റെ അനുജത്തിയ നയന, അവൾ ഈ സമയത്ത് വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഇത്തിരി സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ ആദർശിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു സങ്കടവും തോന്നില്ല. അവൻ ജയിലിൽ കിടന്നതിനെ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുറിക്കാത്തിരുന്ന ആദർശിന് നല്ല ദേഷ്യമായി. കാരണം തനിക്കെതിരെയാണ് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഈ പറയുന്ന അബിയും ജലജയൊന്നും പഠിച്ചിട്ടില്ലോ എന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും അനി പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുവാണ്. ആ സമയം നയന ചോദിച്ചു, ഇതെങ്ങോട്ടാ അനി ഈ സമയത്ത് പോകുന്നേ? നവീനെ ഒന്ന് കാണാനായിട്ട്. ഈ സമയത്തോ? അതെന്താ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നവീനെ കാണാൻ തന്നെയാണോ പോകുന്നേ? എന്താ അടുത്ത് ഈ അടുത്തേക്കൊരു സംശയം? അല്ല, കഴിഞ്ഞ ദിവസം വീട്ടിൽ ഒരു കള്ളൻ കയറിയായിരുന്നു. ആ കള്ളൻ അനിയാണോ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാണ്. പോരാത്തന് നന്ദു അതിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നുമില്ല. ആ സ്ഥിതിക്ക് നിന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, ഏട്ടത്തി എന്തൊക്കെയാ പറയണേ? ഞാൻ അങ്ങനെ പോയി കേറുവോ? അതിനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കേറാതിരുന്ന എനിക്ക് കൊള്ളാം. പക്ഷേങ്കിലേ നിന്നെ ഞങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലെന്ന് പറയണം. അല്ല, നന്ദുനെ നീ വിളിക്കാറൊന്നും ഇല്ലെന്ന് ചോദിച്ചു. നന്ദുനെ ഞാനങ്ങനെ വിളിക്കാറില്ല, വിളിച്ചിട്ടേ ഇല്ല. അല്ല, വിളിച്ചായിരുന്നു ഒരു വട്ടം. അവൾക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയണമല്ലോ. അവൾ എന്റെ ഫ്രണ്ടല്ലേ എടുത്തിന്ന് ചോദിക്കണം. പിന്നെ രാകേഷും വിഘ്നേഷും ഒക്കെ അവളുടെ വിശേഷങ്ങളൊക്കെ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെ നിനക്ക് കൊള്ളാം. അല്ലാതെ അവളെ വിളിക്കാനോ സംസാരിക്കാനോ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാനോ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. അറിയാലോ, അതൊക്കെ എനിക്ക് അറിയാട്ടത്തി. അതുകൊണ്ടല്ല ഞാൻ അതിനൊന്നും മെനക്കെടാതെ ഇപ്പൊ ഞാൻ നവീനെ കാണാൻ തന്നെ പോകുന്നേ. സംശയം ഉണ്ടെങ്കിൽ ഇടത്തി ഒന്ന് വിളിച്ചു നോക്ക് നവീനോട്. ഞാൻ വിശ്വസിച്ചു എന്നൊക്കെ നയന ഇങ്ങനെ പറയണം. രക്ഷപ്പെട്ടല്ലോ എന്നോർത്തോണ്ട് അനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ നയന മുറിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, അപ്പച്ചിക്കും അബിക്കും ഒക്കെ ഞാൻ ജയിലിൽ കിടക്കുന്ന വാർത്ത പത്രത്തിൽ കൊടുക്കാത്തതിന്റെ വിഷമമുണ്ടെന്ന് പറയണം. അതിനെക്കുറിച്ച് അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു അപ്പച്ചിയോട് അമ്മ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാല്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൃത്യസമയത്ത് തന്നെ അമ്മയത് പറഞ്ഞാല്. അത്രയൊക്കെ അറിഞ്ഞിട്ട് പോലും
അപ്പച്ചിക്ക് ഒരു മാറ്റം ഉണ്ടായില്ലോ എന്ന് പറയണേ. ഇപ്പോഴും കുത്തിത്തിരിപ്പും കുശുമ്പുമായിട്ട് നടക്കുമല്ലേ എന്ന് ചോദിച്ചു. ഉം. ആദർശ് പറഞ്ഞു, എന്താണെങ്കിലും കുറച്ച് ദിവസം ഇങ്ങനെ ഇങ്ങോ പോട്ടെ, 2-3 ദിവസം കൂടെ പോട്ടെ. അപ്പോഴേക്കും അവരുടെ പ്ലാനുകൾ കുറച്ചുകൂടെ വ്യക്തമാവും. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും എന്ന് പറയാണ്. പിന്നീട് അതിനോട് ഒരു കാര്യം ചെയ്യുക, നീ റെഡിയാവുക, നമുക്ക് പുറത്തു പോവാന്ന് പറയണ. ആദർശേട്ടാ ഇപ്പൊ പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ? ദേ അനിയാണെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ശരിയാകത്തില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അല്ല, കഴിഞ്ഞ ദിവസം തന്നെ നന്ദുവിനെ കാണാനായിട്ട് അനിയാണോ ചെന്നതെന്നൊരു സംശയമുണ്ട് വീട്ടില്. ഇനിയിപ്പോ അവൻ പുറത്തേക്ക് നവീനെ കാണാനെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നേ. നന്ദുവിനെ കാണാനാണോന്ന് അറിയില്ല. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അങ്ങനെ പോവാ, അവന് പറയാൻ പറ്റില്ല ആദർശേട്ടാ, അവന്റെ സ്വഭാവമല്ലേ. അവന് ചിലപ്പം കാണാൻ തോന്നിയാലോ. നന്ദുവിന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇനിയിപ്പോ അവളെ വീട്ടിൽ പോയി കാണണമെന്നെങ്ങാനും അനി ഉദ്ദേശിച്ച് പോയതാണെന്നും പറയാൻ പറ്റില്ല. മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം അനിയെ ബീച്ച് വെച്ച് കണ്ടതല്ലേ രാത്രിയില്. അന്ന് എന്താ പറഞ്ഞത്, തനിച്ചോളന്നൊക്കെ പറഞ്ഞു. അന്ന് പക്ഷെ നന്ദു ഉണ്ടായിരുന്നെന്ന് തോന്നേ. ആദർശാണെന്ന് ആലോചിച്ച് നോക്കി. ആദർശം ആലോചിച്ചു, അത് ശരിയാന്ന് തോന്നേ. ഒരു കാര്യം ചെയ്യുക, തൽക്കാലത്തേക്ക് ഇന്ന് റെഡിയാവ്, പിന്നെ നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ടാണെങ്കിലും പുറത്തു പോകാന്നൊക്കെ പറയണം. ആ സമയത്ത് അനിയും നവീനും കൂടെ പുറത്തു പോയി ഒരു കോഫി ഷോപ്പിലേക്ക് പോയി. അവിടെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവീന കാര്യം പറയുന്നത്. എടാ, നന്ദുവിനോട് കാര്യങ്ങൾ പറയാൻ എത്രയോ വട്ടം നിന്നോട് ഞാൻ പറഞ്ഞു. പക്ഷെ നീ എന്താടാ അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാത്തെ? എടാ, അതിന് എനിക്ക് പറ്റണ്ടേ. കാരണം ഈ സാഹചര്യത്തിൽ എങ്ങനെയാ പറയുന്നത്? ഒന്നാമത് കാര്യം അവളുടെ കാലുമേല. അവളൊന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങട്ടെ, എന്നിട്ട് നിന്റെ ഇഷ്ടങ്ങളൊക്കെ അവളോട് പറയാം. ഇനി അത് വെച്ച് താമസിപ്പിക്കേണ്ട ഇല്ലെന്ന് എനിക്ക് തോന്നേ എന്ന് നവീൻ അനിയോട് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് ആശ്വാസം ആവുന്നുണ്ടെന്ന് തോന്നേ. അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ടാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നീട് നവീൻ പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം അവളോടൊന്ന് സംസാരിച്ചാൽ മതി. അനി പറഞ്ഞു, സംസാരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലല്ലോ. ഒരാഴ്ച ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അവളെന്താ പറഞ്ഞേ, നിന്നെ ഒരു ആങ്ങളെ പോലെ കാണുന്നേന്ന്. അവ അതുപോലെ തന്നെ നീ അവളെ പെങ്ങളെ പോലെ കാണുന്നേന്ന്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ലോടാ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തെ. പിന്നെ അറിയാലോ, നിന്റെ വീട്ടില് നിന്റെ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നവീൻ പറഞ്ഞു, അമ്മയുടെ കാര്യമൊക്കെ എനിക്ക് വിട്ടേരെ, എന്ത് വേണമെന്ന് എനിക്കറിയാം. അമ്മയൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയോളാം. ആദ്യം നീ അവളുടെ മനസ്സെന്താന്ന് അറിയാൻ നോക്ക്, പിന്നെയല്ലേ അമ്മയുടെ കാര്യം. അമ്മേനെയൊക്കെ ഞാൻ വശത്തായിക്കോളാന്ന് പറഞ്ഞു. ഈ സമയത്ത് അനി പറഞ്ഞു, അത് പിന്നെ ആ സമയം നവീൻ ചോദിച്ചു, എന്താടാ നിനക്കൊരു ബുദ്ധിമുട്ട്? ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? ഇനിയിപ്പം നീ എന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ? ഇനിയിപ്പം നിനക്ക് അവളോടെങ്ങാനും വല്ല ഇഷ്ടമുണ്ടോന്നെങ്ങാനും ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടലോടുകൂടി അനി നവീനെ നോക്കുകയാണ്, എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.